സാവി നമ്മുടെ ബാഴ്സലോണ സ്പെയിൻ മിഡ്ഫീൽഡർ സാവി ഇല്ലേ അവരെ ഷൂട്ട് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിരുന്നു. സൈമ അവാർഡ്സ് 2019. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറായിട്ട് എന്നെ ഹയർ ചെയ്തിരുന്നു. ഓക്കെ, ഈ ഒരു 17 വർഷത്തെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നല്ല രീതിയിൽ സക്സസ് ആവുക അല്ലെങ്കിൽ നല്ല അവാർഡ് കിട്ടുക, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ? എൻ്റെ എക്സ്പീരിയൻസിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഇവൻറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ 2011 ഇവിടെ സൂര്യ തേജസ്സോടെ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ എല്ലാ സ്റ്റാർസും വന്നിട്ടൊരു ഇവിടെ സ്റ്റേഡിയത്തിൽ, കോഴിക്കോട് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇംപ്രസാരിയോ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു ടീമിലായിരുന്നു. ആ ടീമിൻ്റെ ഭാഗമായിട്ട് അതിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഏറ്റവും വലിയൊരു, അന്ന് എൻ്റെ ഒരു കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് എല്ലാ ഫിലിം സ്റ്റാർസിൻ്റെയും കൂടെ നമ്മൾ ബാക്ക് സ്റ്റേജിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ഓൾ ആക്സസ് കിട്ടിയിട്ട് അങ്ങനെ ആ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ പറ്റിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ സാവി നമ്മുടെ ബാഴ്സലോണ സ്പെയിൻ മിഡ്ഫീൽഡർ സാവി ഇല്ലേ അവരെ ഷൂട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയിരുന്നു. അത് ഖത്തറിൽ വെച്ചിട്ട്. ബ്രസീലിലുള്ളൊരു ടീം ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടി ഖത്തറിൽ വന്നപ്പോൾ എന്നെ ഹയർ ചെയ്തിട്ട് നമ്മൾ സാവിൻ്റെ അടുത്ത് അവരെ, അന്ന് സാവി അൽസദിൽ കോച്ചായിരുന്നു ഖത്തർ, അൽസദ് ഫുട്ബോൾ ക്ലബ്ബിൽ. അപ്പോൾ അവരുടെ അടുത്ത് പോയി ഒരു ടെസ്റ്റ് മോണിയൽ എടുത്ത് അതൊരു മെമ്മറബിൾ ഇവൻ്റ് ആയിരുന്നു. പിന്നെ സൈമ അവാർഡ്സ് 2019 ഖത്തറിൽ വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറായിട്ട് എന്നെ ഹയർ ചെയ്തിരുന്നു.